വെജ് ഇഷ്ടപ്പെടുന്നവർക്കും എന്തെങ്കിലും വേണ്ടേ അല്ലേ? എപ്പോഴും നമ്മൾ മറ്റേ കോഴി ബിരിയാണി അല്ല സോറി ബീഫ് ബിരിയാണി അങ്ങനത്തെ അല്ല. അപ്പോൾ വെജ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ബിരിയാണി ആക്കണ്ടേ? ഇന്നെന്താ പറയുക ഉണ്ടാക്കുന്നത്? പനീർ ബിരിയാണി അവ. നമുക്കും പനീറിൻ്റെ കറി അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ബിരിയാണി ആക്കിയപ്പോൾ നല്ല ഉണ്ടായിനവ. വേണ്ടവരെല്ലാം സേവ് ആക്കിയിട്ട് വെച്ചവ. നിങ്ങൾ അതിൻ്റെ ചേലോക്കിയത് ഞാൻ റെസിപ്പി പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ 2 സ്പൂണിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് മുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓവർ ഉപ്പല്ല, കുറച്ച് ഉപ്പ്. പിന്നെ ഇതിൽ മറ്റേ ചെറുപ്പുളിയിൽ അതൊന്ന് പിഞ്ഞ് കൊടുക്കുക. പിന്നെ ഇതിട്ടതിൽ വിനാഗിരി അല്ല വെള്ളമാവ. എൻ്റെ ഇതിനൊന്നും നല്ല പാങ്ങല മിക്സ് ആക്കിയതിന് ശേഷം പനീർ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചോ. എൻ്റെ ഒരു ചട്ടിക്കില്ലേ ബട്ടർ ഇട്ട് കൊടുത്തിട്ടില്ല, ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ആക്കിയാൽ മതി, കുറേ നേരം ഒന്നും ആക്കണ്ട. എൻ്റെ ഒരു ചട്ടിക്ക് നെയ്യും എണ്ണ ഇടുക. എൻ്റെ ഉള്ളി ഉപ്പിട്ട് നല്ല പാങ്ങലൊന്ന് ബാട്ടാം. എന്നിട്ട് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറും കൂടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇട്ടിട്ട് ബാട്ടിയതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. ഞാൻ ഇതിട്ടത് ബിരിയാണി മസാല ഇട്ടത്. നിങ്ങൾ ഇല്ലെങ്കിൽ മറ്റേ ചിക്കൻ മസാല ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം വെച്ചിട്ടില്ലേ, പിന്നെ എന്താ പറയുക ഒഴിച്ചു കൊടുത്തത് 2 ഗ്ലാസ്സിലെ പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവേ. എൻ്റെ ഇത് നല്ല പാകല മിക്സ് ആക്കിയതിന് ശരി ആ പനീറില്ല നേരത്തെ അതും കൂടി ഇട്ടിട്ട് കുറച്ച് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം റെഡിയായ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ മഞ്ഞൾപ്പൊടിയും പാലിട്ട് ഇതാക്കിയതാണ് ഞാൻ, കളർ ഞാൻ ഇടലില്ല. അപ്പോൾ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും നെയ്യ് ഇട്ടിട്ടില്ല മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചെങ്കിൽ സംഭവം റെഡിയായി. നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നോക്കിക്കോ.